കാര്യങ്ങൾ പിന്തുടരുന്നത് നിർത്തുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പിന്തുടരുമ്പോൾ നിങ്ങൾക്കും അതിനുമിടയിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പരിധിക്ക് അപ്പുറമാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ, അത് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമാകൂ എന്നുള്ള ഒരു തോന്നലൊക്കെ ആയിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതുവരെയുള്ള നമ്മളുടെ സന്തോഷത്തെ തടഞ്ഞു നിർത്തുകയാണ്. നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ആ പിന്തുടർന്ന കാര്യം ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ, അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് അതിനിടയിൽ വരുന്ന ബാക്കിയുള്ള സന്തോഷങ്ങളെയൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന കാര്യം നമുക്ക് ഒരിക്കലും സാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ നമ്മൾ നിരാശരായി, നമ്മൾക്ക് അസംതൃപ്തിയൊക്കെ, അങ്ങനെ പല ഫീലിങ്സുകളായിട്ട് നമ്മുടെ ആ എല്ലാ സന്തോഷങ്ങളും നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ എന്തൊരു കാര്യത്തെയാണോ പിന്തുടർന്നത്, ആ കാര്യത്തിനെ നമുക്കൊട്ട് കാര്യം എന്താ പറയുക സംഭവിക്കുകയും ചെയ്തില്ല. അതുവരെ നമ്മൾ നഷ്ടപ്പെടുത്തിയ നമ്മളുടെ വിലപ്പെട്ട സമയം പോയി, നമ്മളുടെ ഊർജം പോയി, അതിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ട ബാക്കിയുള്ള സന്തോഷമായ കാര്യങ്ങളൊക്കെ നമുക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളാണ് നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും, അല്ലെങ്കിൽ നമ്മളുടെ സമാധാനമൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ഒന്ന് കിട്ടുമ്പോൾ വേറൊന്ന് വേണം, വേറൊന്ന് കിട്ടുമ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. നല്ല പഠിച്ച് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല ജോലി വേണം, നല്ല ജോലി കഴിഞ്ഞാൽ അതൊന്നും നല്ലൊരു കല്യാണം കഴിക്കണം, നല്ലൊരു വീട് വയ്ക്കണം, നല്ല കുട്ടികൾ, അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സന്തോഷത്തെ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ട്, എന്തൊരു കാര്യമായിക്കോട്ടെ. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഇപ്പം നമ്മൾ നന്നായി വിശന്നിരിക്കുകയാണ്, അപ്പം നമുക്ക് കുറച്ച് ഭക്ഷണം കിട്ടി വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതാണ്. പക്ഷെ അതൊക്കെ എന്താണ്, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ആഗ്രഹങ്ങൾ നമുക്ക് വരികയായി. അപ്പം ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ വളരെ സന്തോഷവാനാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആ ജോലിയിൽ നമ്മൾ നിരാശരായി, നമുക്കതൊരു ഭാരമായി, വീണ്ടും നമ്മൾ അടുത്ത സന്തോഷത്തിന് വേണ്ടിയിട്ട് തിരയിലായി. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ആണ് നമ്മളുടെ സന്തോഷത്തെ നടത്തുക. കാരണം നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സന്തോഷം എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളൊരു സംഭവമാണ്. നമ്മൾ സന്തോഷത്തിലായിരിക്കുക എന്നതാണ് നമ്മളുടെ കടമ. അല്ലാതെ സന്തോഷത്തെ നമ്മൾ പിന്തുടർന്നുകൊണ്ട് കണ്ടെത്തേണ്ട ഒരു സംഭവമല്ല. സന്തോഷത്തെ കണ്ടെത്താൻ കഴിയില്ല, സന്തോഷം നമ്മളുടെ ഉള്ളിലാണുള്ളത്. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും എന്തായാലും നമ്മൾ മരിക്കോളം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മളെ വിട്ടു പോകില്ല. ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നല്ല. അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും നമ്മളുടെ സമയത്തെ മാക്സിമം എൻജോയ് ചെയ്യാൻ ശീലിക്കുക. നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളതിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ നിരാശരാവുകയൊക്കെ ചെയ്യും. പക്ഷേ അതല്ല, അതിലാവരുത് നമ്മുടെ സന്തോഷം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ തീരുമാനിച്ച് നമ്മളുടെ സന്തോഷം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള ആ ഒരു നിലപാടിലാവാതെ, സന്തോഷത്തെ പിന്തുടരാതെ സന്തോഷത്തിലായിരിക്കുക എന്നതാണ് വലിയ കാര്യം. എപ്പോഴും ഹാപ്പി ആയിരിക്കുക. പല പ്രശ്നങ്ങളും ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളെയും ചിന്തിച്ചിട്ട് നമ്മളുടെ എന്താ പറയുക, വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്താതെ, ഓരോ മൊമെൻറ്റും വിലപ്പെട്ടതാണ്, അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ നമ്മൾ സൈലൻ്റായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക. എന്നിട്ട് ഉള്ള ചെറിയ മൊമെൻറ്റ്സിൽ കിട്ടുന്ന സന്തോഷത്തെ മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ.